So, do you want to see what my Sundays look like? Well, കാണിച്ചു തരാം. പണിയാണ് ഗൈസ്. ഞാൻ എൻ്റെ ലാപ്പൊക്കെ ഓണാക്കി ഇങ്ങനെ സൈഡിൽ വെച്ച് ഞാനിങ്ങനെ ഇരിക്കുക. CIA തുടങ്ങി കോളേജിൽ, പിന്നെ റിസർച്ച് തുടങ്ങി. അപ്പം ഫുള്ള് പണിയോട് പണിയാണ് ഗൈസ്. അപ്പം ഇന്നലെ ഞങ്ങൾക്ക് ക്ലാസ് ഇല്ലായിരുന്നു കേട്ടോ, തേർഡ് സാറ്റർഡേ ആയതുകൊണ്ട്. അപ്പോൾ ഇന്നലെ ഫുഡ് ഞാൻ ചില്ല് ചെയ്ത് മരണ റീൽസ്, യൂട്യൂബ് ഫുള്ള് എൻജോയ്മെൻ്റ് ആയിരുന്നു. അപ്പം ഇപ്പം ഇരുന്ന് പണിയെടുക്കണം. സോ നിങ്ങൾക്ക് ഞാൻ ഓരോന്നോരോന്നായി കാണിച്ചു തരാം. Skipping stones in city streets we find. Let's write a new story, leave the old behind. ഓക്കെ, അപ്പം ഈ CIA-ൽ എൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇൻറ്റേൺഷിപ്പ് ചെയ്ത ഓരോ ഓർഗനൈസേഷൻ ഉണ്ടാവുമല്ലോ, അതിനകത്ത് എൻ്റെ ഗ്രൂപ്പിന് കിട്ടിയേക്കുന്നത് പോളിസി ചേഞ്ചസ് ഡ്യൂറിങ് COVID-19 ഉള്ള എന്തൊക്കെ പോളിസി ചേഞ്ചസ് ആണ് ഉള്ളത് അതൊക്കെ കണ്ടുപിടിക്കുക. ഓരോ ഓർഗനൈസേഷൻ എനിക്കൊരു 12 ഓർഗനൈസേഷനുണ്ട്. എന്നിട്ട് അതൊരു ഉണ്ടാക്കുക, ഒരു PPT ഉണ്ടാക്കുക. ഇതാണ് എൻ്റെ പണി. അപ്പം ഞാൻ 12 പേരെ ചെയ്താൽ മതി. അങ്ങനെ എൻ്റെ ഗ്രൂപ്പിൽ കുറച്ച് പേരുണ്ട്, 5-6 പേരുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ചെയ്യണം. ഇതാണ് പണി. ഓക്കെ, വലിയ പണിയൊന്നുമില്ല, സംഭവം സിമ്പിളാണ്. പക്ഷെ എന്നാലും ഇരുന്ന് ചെയ്യണമല്ലോ. അത് കഴിഞ്ഞിട്ട് എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ റിസർച്ച് ഉണ്ട് കേട്ടോ. റിസർച്ചിനകത്ത് ഞാൻ എന്തോ ഇതിന് ക്വാളിറ്റേറ്റീവ് എടുത്ത് ഗൈസ്. ഇപ്പോൾ അതെന്തോ അപ്പോൾ ഞാൻ എടുത്തത് ക്വാളിറ്റേറ്റീവ് സ്റ്റഡിയാണ്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന പോപ്പുലേഷനൊക്കെ എനിക്ക് ഡാറ്റാസൊക്കെ കിട്ടി. ഞാൻ ഡാറ്റയൊക്കെ കളക്ട് ചെയ്തു. ഇനി ഞാൻ അത് മൊത്തം ഇരുന്ന് ട്രാൻസ്ക്രൈബ് ചെയ്യണം ഗൈസ്. എനിക്കാണെങ്കിൽ ഒരാളുടെ ഡേറ്റ 1.5 മണിക്കൂർ, ഒരാളുടെ 3/4 മണിക്കൂർ, ഒരാളുടെ 1/2 മണിക്കൂർ, പിന്നെ അങ്ങനെ ഒരു ഡേറ്റ, ഒരു 15 മിനിറ്റിൻ്റെ ഡേറ്റ ഒന്നും ഇല്ല. അപ്പോൾ അത് മൊത്തം ഇരുന്ന് ട്രാൻസ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ്. അപ്പം ഞാൻ തന്നെ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട്, ഞാൻ എന്തിനാണ് ക്വാളിറ്റേറ്റീവ് എടുത്തത്, വല്ല ക്വാണ്ടിറ്റേറ്റീവ് എടുത്ത് മിണ്ടാണ്ട് വായടച്ച് മൂടിയിരുന്നാൽ പോരായിരുന്നു. പക്ഷേ ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ ഇത് ചെയ്യുന്നു. ഓക്കെ. സോ അങ്ങനെ നമ്മുടെ CIA ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇനിയുള്ള നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ അടിച്ചു വാരുക എന്നുള്ളതാണ്. സോ എൻ്റെ റൂംമേറ്റ് ഇവിടെ ഇല്ലാത്തതുകൊണ്ടും ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ടും ഞാൻ അടിച്ചു വാരാമെന്ന് വിചാരിച്ചു. അപ്പം ചൂല് നമുക്ക് താഴെ പോയി എടുക്കണം, നമുക്ക് അടിച്ചു വരാം. അത് കഴിഞ്ഞ് നമുക്ക് തുടയ്ക്കാനുണ്ട്, തുടയ്ക്കാനില്ല, അലക്കാനുണ്ട്. ഞാനങ്ങനെ പോയിട്ട് ചൂലൊക്കെ എടുത്ത് വന്നു. അപ്പോൾ നമുക്ക് അടിച്ചു വരാം. Woke up late, missed the morning glaze, but the sunlight hits in so many ways. Grab my shades and hit the streets, no plan, chasing vibes like seashells in the sand. Radio hums a tune I can't name, crooked smiles, crashing waves, no shame. Flip my phone, toss it in my bag. Today's for us, no time to lag. എന്തോരം മുടിയാ ഇതിനകത്ത്, ഫുള്ള് ആക്ച്വലി മുടിയാ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത്രയും മുടി ഞങ്ങളുടെ തലേന്ന് കൊഴിയുന്നുണ്ടെന്ന് ഞാൻ ഇപ്പോഴറിയുന്നു. ഇത്ര മുടിയാണ് ഗൈസ്, ഇത്ര മുടിയാണ് കിട്ടിയത്. നോക്ക്, ഇത് മൊത്തം മുടിയാ. ഇവിടുന്ന് പോയുമ്പോഴത്തേനും എൻ്റെ തലയിൽ മുടിയൊന്നും ഉണ്ടാവില്ല ഗൈസ്. ഇങ്ങനെയാണ് മുടീൻ്റെ പോക്കെങ്കിൽ ഞങ്ങൾ കഷണ്ടി ആവാനുള്ള. എനിക്കിത് എൻ്റെ കണ്ണൊക്കെ തള്ളിപ്പോയി. എന്തുവാ ഇത്? ദൈവം എൻ്റെ തലയിലേക്ക് ഞാൻ നോക്കുന്നില്ല.
അടിച്ചുവാരി കളയട്ടെ. ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ അലക്കി ഇടുക എന്നുള്ളതാണ് ഗൈസ്. നമുക്കത് അലക്കാൻ പോകാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇന്നലെ ഒരു സെറ്റ് അലക്കി, ഇന്ന് ഈ സെറ്റ് അലക്കണം. അങ്ങനെ അലക്കും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ വന്ന് റെസ്റ്റ് എടുക്കുമായിരുന്നു. അന്നേരം എൻ്റെ ഫ്രണ്ടുണ്ട്, എൻ്റെ കൊളീഗായിരുന്നു റെബേക്ക. അപ്പം റെബേക്ക എന്നെ ഫുഡ് കഴിക്കാൻ വിളിച്ചു. അപ്പോൾ ഞാനും അവളും കൂടെ ഡിലൈറ്റിൽ പോയിട്ട് ചോറും സാമ്പാറും ഓംലെറ്റും പിന്നെന്തുവാ നല്ല തോരനൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ നമ്മുടെ ഇതില്ലേ, ചെറുപയറല്ലാത്ത വൻപയർ തോരനും ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിച്ച് എന്നിട്ട് ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാൻ പോയത് അത്ര വീഡിയോ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാനൊരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ വെട്ടി ഒട്ടിക്കാം ഗൈസ്. ഡിലൈറ്റിൽ ഫുഡ് കഴിക്കാൻ പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ബാംഗ്ലൂർ വരിക എന്ന് പറയുമ്പോൾ ചില നാട്ടുകാർക്കും വീട്ടുകാർക്കും ചില പ്രത്യേക ആൾക്കാർക്കൊക്കെ ഒരു വിചാരമുണ്ട്, നമ്മളിവിടെ വന്ന് അടിച്ച് പൊളിച്ച് പബ്ബിലും പോയി ക്ലബിലും പോയി കള്ളും കുടിച്ച് സിഗരറ്റും വലിച്ച് കഞ്ചാവ് അടിച്ച് നടക്കുവാണെന്ന്. പക്ഷേ അങ്ങനെയൊന്നും അല്ല. നമുക്കിവിടെ നേരെ ഒന്ന് നിൽക്കാൻ പോലുള്ള സമയം സത്യം പറഞ്ഞാൽ കിട്ടാറില്ല. പക്ഷേ ഇങ്ങനെ കഞ്ചാവൊക്കെയുള്ള പിള്ളേരുണ്ട്, ഇല്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ബാംഗ്ലൂർക്കൊക്കെ വരാൻ ഉദ്ദേശിക്കുന്ന പിള്ളേരാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നത്, അല്ലെങ്കിൽ എന്നെക്കാളും പ്രായമായവരോടും കുഴപ്പമില്ല. എനിക്ക് പറയാനുള്ള അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിവിടെ വരാനുള്ള കാര്യം എന്താണെന്നുള്ളത് എപ്പോഴും തലയ്ക്കകത്ത് ഉണ്ടായിരിക്കുക. പിന്നെ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. കോളേജിൽ ജോയിൻ ചെയ്ത് രണ്ടാമത്തെ ദിവസം തന്നെ ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് ആരുടെയും കൂടെ പോകരുത്. എല്ലാവരെയും നല്ലോണം ഒബ്സേർവ് ചെയ്യുക. എന്നിട്ട് ഒബ്സേർവ് ചെയ്ത് നിങ്ങൾക്ക് പറ്റും എന്ന് തോന്നുകയാണെങ്കിൽ ഒരു 2 മാസമൊക്കെ എടുത്താലും 3 മാസം എടുത്താലും ഒരു കുഴപ്പമില്ല. ആദ്യം തന്നെ കാണുന്നവരെ പിടിച്ച് ഫ്രണ്ടാക്കാണ്ടിരിക്കുക. അവരുടെ ബാക്ക്ഗ്രൗണ്ടും അവരുടെ സ്വഭാവവും ഒക്കെ കണ്ട് ഓക്കെയാണ്, നിങ്ങൾക്ക് പറ്റും എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചൂസ് ചെയ്യുക. സോ ഇതാണ് എനിക്ക് തരാനുള്ള ബിഗ് സിസ്റ്റർ അഡ്വൈസ്. പിന്നെ അപ്പനും അമ്മയും പൈസ തന്ന് വിടുന്നത് ഇവിടെ വന്ന് ഇതാക്കാനല്ല എന്നൊക്കെ നിങ്ങളൊന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക. എന്നിട്ട് ബാക്കിയുള്ളവർക്കൂടെ ചീത്തപ്പേര് കേൾപ്പിക്കാതിരിക്കുക. ഇപ്പോൾ ബാംഗ്ലൂർ മാത്രം വരുന്ന പിള്ളേരോടല്ല, ചെന്നൈയിലും ഹൈദരാബാദിലൊക്കെ പഠിക്കാൻ പോകുന്നവരുണ്ടല്ലോ, എല്ലാവർക്കും കൂടെ വേണ്ടിയുള്ളതാണിത്. ഓക്കെ, അങ്ങനെ ഞാൻ 2 മണിക്കൂർ കിടന്നങ്ങ് ഉറങ്ങി. ഇനി നമുക്ക് ചായ കുടിക്കാൻ പോവാം. നമുക്ക് ചായ കുടിക്കാൻ പോവാം. കാപ്പി പാത്രം ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ്. അതെ, നോറ ഏതോ സോംബി-പടം കണ്ടിട്ട് വരികയാണ് കേസ്. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. അയ്യോ, മൂവി റിവ്യൂ. കോളനിയാണ് ഗൈസ് ഞാൻ കാണാൻ പോയത്, കോളനി. പക്ഷെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ആരും തിയേറ്ററിൽ പോയി കാണരുത്, അത്രയ്ക്ക് ഉറപ്പിട്ടല്ല. എനിക്ക് തോന്നുന്ന ഒരു പാട്ടും ഉണ്ടാവും, കാരണം അല്ലെങ്കിൽ ആ സിനിമ കംപ്ലീറ്റ് ആവില്ല. നിങ്ങളെല്ലാവരും OTT റിലീസാകുമ്പോൾ കാണുന്നതാണ് നല്ലത്. നോറ ഒറ്റയ്ക്ക് പോയി സോംബി മൂവി കണ്ടു വന്നു. നീ പേടിച്ചോ? ഇല്ല, പേടിക്കാൻ മാത്രമൊന്നുമില്ല. വെരി സിമ്പിൾ, വെരി സോംബി മൂവി. ഇനി ചായ കുടിക്കാം. ബിസ്ക്കറ്റാണ് ഗൈസ്, പറ്റിച്ചു. വീണ്ടും പറ്റിക്കപ്പെട്ടു. മിക്കവാറും ഇവിടെ ബിസ്ക്കറ്റാണ്. ഇപ്പോഴും ബിസ്ക്കറ്റാണ്. പക്ഷേ സത്യം എനിക്കിപ്പോൾ ഒരു ബിസ്ക്കറ്റിൻ്റെ കളക്ഷൻ വരെ ഉണ്ട്. അത് വെച്ച് ഒരു കട തുടങ്ങിയാണ്ടല്ലോ എനിക്ക് ഞാൻ പൈസക്കാരിയായി പോകും. ഞാൻ റിച്ചാവും, അംബാനിയേക്കാൾ റിച്ച്.
അമ്മയുടെ റൂമിൽ എന്നൊരു കൊട്ട നിറയെ ബിസ്ക്കറ്റ് കിട്ടും. ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി. പല സൈസിലും പല ഷേപ്പിലും. പള്ളിയിൽ പോകാൻ ഗൈസ്. ഞാൻ റെഡിയായി. ഇന്ന് ഒരു വൈറ്റ് കുർത്തിയാണ്. 6 o'clock ആയി. സോ നമുക്ക് പെട്ടെന്ന് പോവാം. നല്ല ചണ്ടിക്കാണ് ഗൈസ്. നമ്മൾ ഫോൺ കേസ് തപ്പി നടക്കുന്നു. ആദ്യം ചോദിച്ചു ഷോപ്പിലില്ല, നമുക്ക് അടുത്ത ഷോപ്പ് തപ്പാം. വഴിയിൽ നിറച്ച് ചാലഞ്ചസ് ആണ്. അതെ അതെ, താഴെ നോക്കി നടന്നില്ലെങ്കിൽ നിലത്ത് പണി പാടും. മേടിക്കൂ ഗൈസ്. നമ്മൾ ഈ ഷോപ്പിൽ ചോദിക്കാൻ പോവാന്നേ. നോറ, നീ എന്താ മേടിക്കുന്ന പറ. ഞാന് വോഫിൾ വിത്ത് ഐസ്ക്രീം. പക്ഷെ ഇവിടുത്തെ ബയ്യ ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല ഗൈസ്. എക്സ്പെൻസസ് ആണ് ഗൈസ്. ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്നില്ല. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. ഞാനിപ്പോൾ ഞങ്ങളുടെ സ്റ്റഡി ഹാളിലാണ്. അതാണ് ഞങ്ങളുടെ സ്റ്റഡി ഹാൾ. കുറച്ച് പണിയിലാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്.